ബിഗ് ബോസ് സീസൺ 5 കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഫിറോസ് ഖാൻ. കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സ് ആയിട്ട് വന്ന ആളാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ 5 കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഇതുവരെ ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ 6 വരുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് വെൽക്കം പറഞ്ഞുകൊണ്ടും ഇതുവരെ കണ്ടസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റൊന്നും കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആദ്യമേ തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ പലരും സെലക്ട് ആയവർ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ വിളിച്ച് അവർ സംസാരിച്ചുവെന്നും അവർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുവെന്നും അവർ നേരത്തെ തന്നെ ഒരു ഗെയിം പ്ലാൻ ഒക്കെ ഉണ്ടാക്കി എന്നും ഒക്കെയാണ് ഫിറോസ് പറയുന്നത്. ഇതുവരെയുള്ള സീസണുകൾ 1 തൊട്ട് 5 വരെയുള്ള സീസണുകൾ ഏറ്റവും മോശമായിട്ടൊരു സീസണായിരുന്നു 5ാമത്തെ സീസൺ എന്നാണ് ഫിറോസ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന റേറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള 4 ചലഞ്ചേഴ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ പിന്നെയും പറയുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് അവർക്ക് TRP ഉയർത്താനായിട്ട് സാധിച്ചില്ല. അത്രയ്ക്ക് മോശം ഒരു സീസൺ ആയിരുന്നു എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത്. ഇതൊരു ബിസിനസ്സാണ്, ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത്. പക്ഷേങ്കിൽ ഫിറോസ് ഒരു കാര്യം ഓർക്കണം, ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് 1, 2, 3, 4, 5 സീസൺ വരെ കഴിഞ്ഞതിൽ ഏറ്റവും ടോക്സിക് ഇല്ലാത്ത നല്ലൊരു സീസൺ ആയിരുന്നു എന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നത് ബിഗ് ബോസ് സീസൺ 5 കുറിച്ച്. പിന്നെ ഇതിന് റേറ്റിംഗ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഫിറോസിന് അറിവില്ലായ്മ കൊണ്ടാണ് ഫിറോസ് ഇത് പറയുന്നത്. കാരണം OTT മാറിയ ഒരു സീസണാണ് സീസൺ 5. അതുകൊണ്ട് തന്നെ TV കാണുന്ന പ്രേക്ഷകരെക്കാൾ കൂടുതൽ ആൾക്കാർ OTT കാണുന്നുണ്ട് എന്നുള്ള കാര്യവും ഫിറോസ് മറക്കരുത്. പിന്നെ ഫിറോസിനെ കൊണ്ടുവന്നത് ചലഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നതൊക്കെ ഓരോ സീസണിൽ ഓരോരോ വ്യത്യസ്തമായ രീതിയിലാണ് സീസൺസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിറോസിനെ പോലെയുള്ള ചലഞ്ചേഴ്സിനെ അവിടെ കൊണ്ടുവന്നത്, അല്ലാതെ സീസൺ കൊള്ളാത്തത് കൊണ്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. ഓരോ സീസണും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത രീതിയിലാണ് ഈ ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും അണിയറ പ്രവർത്തകർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫിറോസിന് മനസ്സിലാകാത്തതാണോ അതോ ഫിറോസിൻ്റെയൊക്കെ സീസണൊക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കൊള്ളിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വരാൻ പോകുന്നത്. അതിലും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളാണ് നടത്തുന്നത്. അതൊക്കെ മനസ്സിലാക്കുക. ചുമ്മാ ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഓരോ ടോക്സിക് വേർഡുകൾ എത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.